ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാവക്കക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പാവക്കക്കറി ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ പാവക്കക്കറിയിൽ ഒട്ടും തന്നെ കയ്പില്ലാത്ത രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഈ കറി ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ചോദിച്ച് വാങ്ങി കഴിക്കൂട്ടോ. അത്രയ്ക്ക് ഒരു കിടു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള പാവക്കക്കറി എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്പില്ലാത്തൊരു കറി നിങ്ങൾക്കും റെഡിയാക്കാം. ആദ്യം തന്നെ ഞാനൊരു മൺപാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യില്ല, അതേ എണ്ണ തന്നെയാണ്. അപ്പോൾ ഞാനിതുപോലെ പാവക്ക കുറച്ച് ഈ കനത്തിലാണ് കേട്ടോ ഞാൻ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കുരുവൊന്നും കളഞ്ഞിട്ടില്ല. അത് അധികം മൂപ്പില്ലാത്തൊരു പാവക്കയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കുരുവൊന്നും കളഞ്ഞിട്ടില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അപ്പോൾ ഈ പാവക്ക ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് തന്നെ ഇത് വഴറ്റിയെടുക്കണം. എന്നാലേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് അതുപോലെ തന്നെ ഒട്ടും തന്നെ നമ്മുടെ ഈ പാവക്കക്ക് കയ്പുണ്ടാവില്ല. അപ്പോൾ ഈ പാവക്കക്ക് നല്ല കയ്പുള്ളൊരു പാവക്കയാണ് കേട്ടോ. ഈ പാവക്ക ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, ആ പാവക്കയാണെങ്കിൽ അത്ര കയ്പുണ്ടാവില്ല. പക്ഷെ ഇത് നല്ല കയ്പുള്ളൊരു പാവക്കയാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിൽ ഒരു 2-3 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ആ കയ്പ് ഒട്ടും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അവർ ചോദിച്ച് വാങ്ങി കഴിക്കുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ പാവക്കൊക്കെ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ പാവക്ക കറിക്ക്. അപ്പോൾ ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു പാവക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ തന്നെ കഴുകിയതിന് ശേഷം വേണം കേട്ടോ നമ്മളിതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കിനി അതേ പാനിൽ തന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നല്ല പോലെ തന്നെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഉണ്ടല്ലോ, മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 4 കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെളുത്തുള്ളി അല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതാണെങ്കിൽ ഒരു ഏകദേശം ഒരു 5 വെളുത്തുള്ളി അല്ലി മതി. അപ്പോൾ എന്നിട്ട് നല്ല പോലെ തന്നെ ഈ എണ്ണയിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നമ്മുടെ വെളുത്തുള്ളി. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളി ഒരു 10 ചെറിയുള്ളി ഇതുപോലെ അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഇതുപോലെ തന്നെ നടുക ഒന്ന് കീറി കൊടുത്തിട്ടുള്ളൂ, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അധികം ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ കായത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് 2 ടീസ്പൂൺ ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് എണ്ണയിൽ തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഈ ഓയിലേക്ക് തന്നെ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കട്ടിക്കായ ഇല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പൊടി ഉണ്ടല്ലോ, പെരുങ്കായത്തിൻ്റെ പൊടി, അത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഈ കായത്തിനാണ് കേട്ടോ. ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ നമ്മുടെ ഈ മസാലയും അതുപോലെ തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മൾ ഈ മസാലയൊക്കെ ചേർക്കാൻ.
ഇല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞിട്ട് വേറെ ടേസ്റ്റായിട്ട് മാറും നമ്മുടെ കറിക്ക്. മൺപാത്രമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ലോ ഫ്ലെയിമിലിട്ടും കണ്ട് നമുക്ക് ഈ മസാലയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളി ഒന്ന് അരച്ച് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ ഞാൻ അരച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്കായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ആണെങ്കിൽ തക്കാളിയൊക്കെ ആണെങ്കിൽ സൈഡിലേക്ക് മാറ്റി വെക്കില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ തക്കാളി അതുപോലെ തന്നെ മസാലയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കണ്ട. അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരുന്നൊരു പരിവാകുമ്പോൾ നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ പുളിയൊക്കെ ഒഴിക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പാവയ്ക്ക ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉടയാത്ത രൂപത്തിൽ നമ്മുടെ പാവയ്ക്ക ഒട്ടും തന്നെ ഉടയാൻ പാടില്ല. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്താണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഏകദേശം നമ്മൾ പാവക്ക നമ്മൾ വഴറ്റുന്ന സമയത്തൊരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി പകുതി വേവ് വെന്താൽ മതി ഗ്രേവിയിൽ കിടന്നിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം. നമ്മൾ നല്ല പോലെ തന്നെ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ കണ്ടില്ല മുകളിൽ വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഈ സമയത്ത്. ആ കായത്തിൻ്റെ മണം അതുപോലെ തന്നെ മസാലേൻ്റെ ഒക്കെ മണം നല്ല ടേസ്റ്റാണ്. അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇതുപോലെ നോക്കുക. അപ്പോൾ പാവയ്ക്കൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ നമ്മുടെ പാവയ്ക്ക ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ സമയത്ത് കഴിക്കാൻ. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചൂടാറുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ കണ്ടില്ല നല്ല പോലെ തന്നെ എണ്ണയൊക്കെ അതിൻ്റെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കയ്പ്പുണ്ടാവില്ല കേട്ടോ. നമ്മൾ ഈ പുളിയൊക്കെ ഒഴിച്ച സമയത്ത് തന്നെ തീരെ കയ്പ്പുണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ തുറന്നു നോക്കി. അപ്പോൾ കണ്ടില്ലേ നല്ല കുറച്ചുകൂടി ഞാൻ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ അടച്ചു വെച്ചിട്ട് ഓഫാക്കിയിട്ടുണ്ട് ഫ്ലെയിം. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കിയിട്ടുള്ളത്. കണ്ടില്ലേ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടില്ല നമ്മുടെ പാവക്കക്കറി. കാണുമ്പോൾ തന്നെ കൊതിയാണല്ലേ. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്കിത് ചപ്പാത്തി ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ ഇതൊരു സ്പൂൺ ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല ചോറ് കഴിക്കാം. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആകുമ്പോൾ സാധാരണ നമ്മൾ വെജിറ്റബിൾസൊന്നും തീരെ കഴിക്കാത്ത കുട്ടികളായിരിക്കും. അപ്പോൾ പാവയ്ക്ക ആകുമ്പോൾ അവർക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല കയ്പ്പാണെന്നുള്ള കാരണത്താൽ. അപ്പോൾ ഇതുപോലെ ഉണ്ടായിക്കൊടുത്താൽ കുട്ടികൾ ചോദിച്ച് വാങ്ങിക്കും കേട്ടോ. നല്ല അത്രയ്ക്ക് കിടു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചെറിയ മോനിക്ക് ഇതുപോലെ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കറി ഉണ്ടാക്കിയ സമയത്ത് ഞാൻ നോൺ വെജിൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവർക്ക് നോൺ വെജിൻ്റെ കറി കൊടുത്തിട്ട് ചോറ് കൊടുത്തിട്ടോ. അതിനുശേഷമാണ് ഞാൻ ഈ കറി കൂട്ടിങ്ങാണ്ട് കഴിച്ചത്. അപ്പോൾ അവർ കഴിക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ തോന്നി നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ ഒരു ഉരുള ചോറ് കൊടുക്കാൻ പറഞ്ഞത് കറി കൂട്ടിങ്ങാണ്ട്. അപ്പോൾ കൊടുത്തപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ട് മോനിക്ക് ചെറിയ മോനിക്കാണ് നല്ല ഇഷ്ടമായി. അപ്പോൾ അവന് കുറച്ച് ചോറും കൂടി ഇത് കറി കൂട്ടി കഴിച്ചിട്ടോ. അവയ്ക്കൊന്നും അവനക്ക് ഇഷ്ടമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. അവനക്ക് തന്നെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. രാത്രിയൊക്കെ അവന് ഈ കറി കൂട്ടിങ്ങാണ്ടാണ് കഴിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങി കഴിക്കുമെന്ന് പറഞ്ഞത് കേട്ടോ. വെറുതെ പറയല്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാവക്ക കറി മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യം തന്നെ ഞാൻ പാവക്ക കൊണ്ടുള്ള 2 റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ഒന്ന് പാവക്ക 65ഉം അതുപോലെ തന്നെ ഒന്ന് പാവക്ക റോസ്റ്റ് ഇട്ടു. നല്ല സക്സസ് ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കണേ.
അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാവക്കക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു കിടു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.